ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിലും മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ റയലിന് കഴിഞ്ഞു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. വിനീഷ്യസ് ജൂനിയർ ആണ് 2 ഗോളുകളും നേടിയത്. അഗ്രിഗേറ്റിൽ ഇതോടുകൂടി 1-നെതിരെ 5 ഗോളുകൾക്ക് സിറ്റിയെ നാണം കെടുത്തി വിടാൻ റയലിന് സാധിക്കുകയായിരുന്നു. ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയതിനു ശേഷം മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരുടെ മുൻപിൽ വെച്ചുകൊണ്ട് ക്രൈ എന്നുള്ള ആ ഒരു സെലിബ്രേഷൻ ആണ് വിനീഷ്യസ് ജൂനിയർ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പിറകിലെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നേരത്തെ വിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സിറ്റി സൂപ്പർ താരമായ റോഡ്രി ഒരു ബാലൻഡിയോർ നേടിയിരുന്നു. അതിനുശേഷം റയലും സിറ്റിയും തമ്മിൽ ഇത്തിഹാദിൽ വെച്ച് ഏറ്റുമുട്ടിയ മത്സരത്തിനിടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ ഒരു ടിഫോ ഉയർത്തി. അതിൽ ബാലൻഡിയോറുമായി നിൽക്കുന്ന റോഡ്രിയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അവർ എഴുതിയത് വിനീഷ്യസ് ജൂനിയർ, ഈ കരച്ചിൽ നിർത്തൂ, നിങ്ങളുടെ ഹൃദയം പുറത്തേക്ക് വരും എന്നായിരുന്നു. അതായത് വിനിക്കുള്ള ഒരു മറുപടിയായിരുന്നു ആ ടിഫോ. പക്ഷെ അതിനുള്ള ഒരു മറുപടിയാണ് താൻ ഇപ്പോൾ നൽകിയത് എന്നാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ കരച്ചിൽ ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള സെലിബ്രേഷൻ അത് മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്കുള്ള മറുപടിയാണ് എന്നാണ് വിനി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരെ അപമാനിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവർ എന്നെ പരിഹസിച്ചു, അതിനുള്ള മറുപടിയാണ് ഞാൻ നൽകിയത്. അവർ പറഞ്ഞത് അതേപോലെ പകർത്തുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർ ഉയർത്തിയ ടിഫോ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഫുട്ബോൾ നിങ്ങൾക്ക് രണ്ടാമത് ഒരു അവസരം നൽകിയിരിക്കുന്നു. ആ അവസരം ഞാൻ മുതലെടുക്കുകയും ചെയ്തു. ഇതാണ് വിനീഷ്യസ് ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അഥവാ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്കുള്ള ഒരു ചുട്ട മറുപടിയാണ് താൻ ഈ പ്രകടനത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഈ സെലിബ്രേഷൻ അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് വിനി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയെ നാണം കെടുത്തി വിടാൻ റയലിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. തകർപ്പൻ പ്രകടനമാണ് 2 പാദങ്ങളിലും റയൽ മാഡ്രിഡ് പുറത്തെടുത്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി കാണാം.